ഹലോ ഗായ്സ്, ഇൻഷാട്രുത്ത് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അമീബിക് മസ്തിഷ്കജ്വരത്തെ പറ്റിയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി കാണുന്ന ഒരു രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ്. നെഗ്ലേറിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപിരിയ, ബാലമുദ്യ വെർമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗബാധയുണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളയിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു. 97% മരണനിരക്കിന് സാധ്യതയുള്ള ഒരു രോഗബാധയാണിത്. എന്നാൽ ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അണുബാധയുണ്ടായാൽ 1 മുതൽ 9 ദിവസത്തിനധികം നമുക്ക് രോഗലക്ഷണങ്ങൾ കാണാനാകും. പ്രാഥമിക ലക്ഷണങ്ങൾ പറയാം. തീവ്രമായ പനി, ഛർദി, ഓക്കാനം, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ കൂടാതെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങൾ പറയാം. ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണയല്ലാത്ത സ്വഭാവ പ്രതികരണങ്ങൾ, രോഗാവസ്ഥ കൂടുതലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം. ഇനി പ്രതിരോധ മാർഗങ്ങൾ പറയാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും കുളിക്കുന്നതും ഒഴിവാക്കുക. നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിലൂടെ വെള്ളം കയറുന്നത് തടയാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക. തീം പാർക്കിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം ശുദ്ധമായി കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. മലിനമായ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കയ്യും മുഖവും കഴുകുന്നതും കഴിവതും ഒഴിവാക്കുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.